നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ എറണാകുളം ജില്ലയിലെ അങ്കമാലി, എറണാകുളം എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ഭൂപടത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അങ്കമാലി നിയമസഭാ മണ്ഡലം. ചരിത്രമുറങ്ങുന്ന അങ്കമാലി നഗരസഭ മാത്രമല്ല, പ്രകൃതി രമണീയവും കാർഷിക വ്യവസായ പ്രാധാന്യവുമുള്ള അയ്യമ്പുഴ, കാലടി, കറൂക്കുറ്റി, മലയാറ്റൂർ, നീലേശ്വരം, മഞ്ഞപ്പറ, മൂക്കന്നൂർ, പാറക്കടവ്, തുറവൂർ എന്നീ 8 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നാണ് ഈ ബൃഹത്തായ മണ്ഡലം. വ്യവസായ വാണിജ്യ രംഗത്തും തീർത്ഥാടന ടൂറിസത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള അങ്കമാലി നിരന്തരമായ വളർച്ചയുടെ പാതയിലാണ്. എന്നാൽ ഏതൊരു നാടിൻ്റെയും വളർച്ചയ്ക്ക് അടിസ്ഥാന സൗകര്യ വികസനം അനിവാര്യമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അങ്കമാലി നിയോജക മണ്ഡലം ഈ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. ഈ വികസന മുന്നേറ്റത്തിൽ എങ്ങനെയാണ് കിഫ്ബി അഥവാ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ഒരു നിർണായക പങ്കാളിയായത്? അങ്കമാലിയുടെ നാളെ രൂപപ്പെടുത്തുന്ന ഈ വലിയ നിക്ഷേപങ്ങളുടെ കഥ നമുക്കിന്ന് വിശദമായി പരിശോധിക്കാം. പലപ്പോഴും വലിയ വികസന സ്വപ്നങ്ങൾക്ക് തടസ്സമാകുന്നത് ആവശ്യമായ ഫണ്ടിന്റെ ലഭ്യത കുറവാണ്. സംസ്ഥാന ബജറ്റിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം എല്ലാ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും നടപ്പിലാക്കാൻ സാധിക്കാതെ വരും. ഈ പ്രതിസന്ധി മറികടക്കാനാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിക്ക് രൂപം നൽകിയത്. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ നാടിന് അത്യാവശ്യമുള്ള വലിയ പദ്ധതികൾക്ക്, ഉദാഹരണത്തിന് റോഡുകൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രികൾ, കുടിവെള്ള പദ്ധതികൾ, ഇവയ്ക്കെല്ലാം ബജറ്റിന് പുറത്തുനിന്ന് പണം കണ്ടെത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. കേവലം ഫണ്ട് നൽകുക മാത്രമല്ല, പദ്ധതികളുടെ സുതാര്യവും കാര്യക്ഷമവുമായ നടത്തിപ്പ് ഉറപ്പാക്കാനും കിഫ്ബിക്ക് അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഉദ്ദേശ കമ്പനികൾ അഥവാ SPV എന്നറിയപ്പെടുന്ന വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ചാണ് കിഫ്ബി ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ കിഫ്ബി അങ്കമാലിയുടെ വികസനത്തിന് എങ്ങനെയാണ് ഊർജം പകർന്നതെന്ന് നമുക്ക് നോക്കാം. കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്കമാലി നിയോജകമണ്ഡലത്തിൽ അനുവദിക്കപ്പെട്ട പ്രവൃത്തികളിൽ നിലവിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും 2 സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടത് അങ്കമാലി നഗരസഭാ പ്രദേശത്ത് നായത്തോട് മഹാകവി G മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപയുടെ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണമാണ്. അത് നമ്മൾ വിഭാവനം ചെയ്തതനുസരിച്ച് കിഫ്ബിയുടെ ഫണ്ടും അതുപോലെ തന്നെ MLA ഫണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപയും കൂടെ ചേർത്ത് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനും ഉദ്ഘാടനം ചെയ്യാനും വിദ്യാർത്ഥികൾക്കായിട്ട് അത് തുറന്നു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്ര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ 1 കോടി രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തനം കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം മറ്റ് 2 സ്കൂളുകൾക്ക് കൂടി, ഒന്ന് പുളിയനം ഗവൺമെൻറ് സ്കൂള്, അതുപോലെ തന്നെ മൂക്കന്നൂർ ഗവൺമെൻറ് സ്കൂള്, അതുപോലെ ഒപ്പം പാലശ്ശേരി ഗവൺമെൻറ് സ്കൂള്, ഈ 3 സ്കൂളുകൾക്കും കിഫ്ബിയുടെ 1 കോടി രൂപ വീതം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പുളിയനം സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനം അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. അത് എത്രയും വേഗം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ കിഫ്ബി വഴി നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 2 പദ്ധതികൾ, ഒന്ന് അങ്കമാലി ബൈപ്പാസാണ്. വർഷങ്ങളായിട്ടുള്ള അങ്കമാലിക്കാരുടെ ഒരു സ്വപ്നമാണ്. അതിന് 275 കോടി രൂപയാണ് കിഫ്ബി തത്വത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളും കിഫ്ബിയുടെ നടപടിക്രമങ്ങളുമൊക്കെ വളരെ കാലതാമസം ഉണ്ടാകുന്ന ഒന്നായതുകൊണ്ട് നമുക്ക് അതിൻ്റെ നിർമ്മാണത്തിലേക്ക് അല്ലെങ്കിൽ ലാൻഡ് അക്വിസിഷൻ നടപടി പൂർത്തീകരിക്കുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. കിഫ്ബിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ RBDCയുടെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അങ്കമാലി ബൈപ്പാസ് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ച് അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 115 കോടി രൂപയുടെ ഒരു മെഗാ പദ്ധതിക്കും നമുക്ക് തത്വത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഒന്ന്, മലയാറ്റൂർ, അയ്യമ്പുഴ പഞ്ചായത്തുകളിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി 45 കോടി രൂപയുടെ ഒരു പദ്ധതി, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. മലയാറ്റൂർ പഞ്ചായത്തിലെ ഇല്ലിത്തോടിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ നിർമ്മാണം അത് പൂർത്തീകരിച്ച് വരികയാണ്. ഈ 115 കോടിയിൽ അതിൻ്റെ സെക്കൻഡ് പോർഷൻ അങ്കമാലി കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വിപുലീകരണമാണ്. നിലവിൽ അങ്കമാലിയിൽ വാട്ടർ അതോറിറ്റിയുടെ ഭൂമിയിൽ
അവിടെ പുതിയ ടാങ്കും അതുപോലെ തന്നെ പെരിയാറിനോട് ചേർന്ന് അവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉൾപ്പെടെ നിർമ്മിച്ച് ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും പുതിയ പമ്പിംഗ് ലൈനിലൂടെ അങ്കമാലി വാട്ടർ ടാങ്കിൽ വെള്ളം എത്തിച്ച് അത് അങ്കമാലി മുനിസിപ്പൽ പ്രദേശത്ത് സമീപ പഞ്ചായത്തുകളിലുമൊക്കെ വെള്ളം എത്തിക്കാനായിട്ടുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ അത് നമുക്ക് ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കിഫ്ബി പദ്ധതികൾക്ക് പലതിനും ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു കാലതാമസം ഈ പദ്ധതിക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഇത് എത്രയും വേഗം പൂർത്തീകരിക്കാനും അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുവാനുമാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നാടിൻ്റെ വളർച്ചയുടെ വേഗത നിർണ്ണയിക്കുന്നത് അവിടുത്തെ ഗതാഗത സൗകര്യങ്ങളാണ്. അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ പ്രധാനമാണ്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ സാമീപ്യം, പ്രധാന പാതകൾ കടന്നുപോകുന്നത്, വാണിജ്യ വ്യവസായ പ്രാധാന്യം ഇവയെല്ലാം മണ്ഡലത്തിൽ മികച്ച റോഡ് ശൃംഖലയുടെ ആവശ്യം എടുത്തു കാണിക്കുന്നു. ഈ ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ട് കിഫ്ബി ഗതാഗത മേഖലയിൽ വലിയ നിക്ഷേപം നടത്തുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വർഷങ്ങളായുള്ള ആവശ്യമായ അങ്കമാലി കൊച്ചി എയർപോർട്ട് ബൈപ്പാസ്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള മുഖേന നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിരിക്കുന്നത് ഏകദേശം 275 കോടി രൂപയാണ്. ഈ ബൈപ്പാസ് പൂർത്തിയാകുന്നതോടെ അങ്കമാലി ടൗണിലെ ഗതാഗതക്കുരുക്ക് ഗണ്യമായി കുറയുമെന്ന് മാത്രമല്ല, എയർപോർട്ടിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാവുകയും ചെയ്യും. അതുപോലെ മലയോര മേഖലയുടെ വികസനത്തിന് കുതിപ്പേകാൻ ലക്ഷ്യമിട്ടുള്ള ഹിൽ ഹൈവേയുടെ ഭാഗങ്ങളും അങ്കമാലി മണ്ഡലത്തിലൂടെ കടന്നുപോകുന്നുണ്ട്. കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വെറ്റിലപ്പാറ മുതൽ ചെട്ടിനട വരെയുള്ള ഭാഗം പല ഘട്ടങ്ങളിലായി നവീകരിക്കുകയാണ്. വെറ്റിലപ്പാറ, കപ്പേള, യൂക്കാലി ജംഗ്ഷൻ, ഇല്ലിത്തോട്, ചെട്ടിനട എന്നിങ്ങനെ ഏകദേശം 100 കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികൾക്ക് കിഫ്ബി ഈ മേഖലയിൽ മാത്രം അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ അഭയാരണ്യം വഴിയുള്ള എലിവേറ്റഡ് റോഡും ഉൾപ്പെടുന്നു. ഈ റോഡുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ കിഴക്കൻ മേഖലയിലേക്കുള്ള യാത്ര എളുപ്പമാവുകയും ടൂറിസം, വാണിജ്യ സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യും. ഈ പദ്ധതികളിൽ പലതും ഇപ്പോൾ നിർവഹണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. മികച്ച റോഡുകൾ മാത്രമല്ല, ഒരു നാടിന്റെ ഭാവിക്ക് അടിസ്ഥാനമിടുന്നത് അറിവുള്ള ഒരു തലമുറയാണ് നാടിന്റെ യഥാർത്ഥ സമ്പത്ത്. ഇതിൽ അഭയാരണ്യം വഴിയുള്ള എലിവേറ്റഡ് റോഡും ഉൾപ്പെടുന്നു. ഈ റോഡുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ കിഴക്കൻ മേഖലയിലേക്കുള്ള യാത്ര എളുപ്പമാവുകയും ടൂറിസം, വാണിജ്യ സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യും. ഈ പദ്ധതികൾ പലതും ഇപ്പോൾ നിർവഹണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. മികച്ച റോഡുകൾ മാത്രമല്ല ഒരു നാടിന്റെ ഭാവിക്ക് അടിസ്ഥാനമിടുന്നത്. അറിവുള്ള ഒരു തലമുറയാണ് നാടിന്റെ യഥാർത്ഥ സമ്പത്ത്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് ലോകം മാറുമ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആ നിലവാരത്തിലേക്ക് ഉയരേണ്ടതുണ്ട്. ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ കിഫ്ബി എങ്ങനെ പങ്കാളിയാകുന്നു എന്ന് നോക്കാം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനാന്തരീക്ഷം നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികൾക്ക് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കിഫ്ബി വലിയ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. അങ്കമാലി മണ്ഡലത്തിലെ സ്കൂളുകൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് മുഖേന നടപ്പിലാക്കുന്ന എറണാകുളം ക്ലസ്റ്റർ ഫേസ് 3 പദ്ധതിയുടെ ഭാഗമായി 20 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. ഇതിൽ 18 കോടിയിലധികം രൂപ ഇതിനോടകം തന്നെ കൈമാറിക്കഴിഞ്ഞു. ഇത് സ്മാർട്ട് ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കാൻ സഹായിക്കുന്നു. അതുപോലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കില വഴി നടപ്പിലാക്കുന്ന എറണാകുളം കോട്ടയം ക്ലസ്റ്റർ 7 പദ്ധതിക്കും കിഫ്ബി 18 കോടിയിലധികം രൂപ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ 10 കോടിയിലധികം രൂപയും കൈമാറി. ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കാനും പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു പുത്തൻ ഉണർവ് നൽകാനും സാധിക്കുന്നു. അറിവിനൊപ്പം ആരോഗ്യമുള്ള ഒരു സമൂഹവും നാടിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ്. പൊതുജനാരോഗ്യ രംഗത്ത് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും കിഫ്ബി ശ്രദ്ധേയമായ പങ്കാണ് വഹിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ കാലങ്ങളിലെ മഹാമാരികൾ നൽകിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കോവിഡ് പോലുള്ള മഹാമാരികൾ നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഈ ബൃഹത്തായ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് നൽകുന്നത് കിഫ്ബിയാണ്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും
10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കാൻ ഏകദേശം 236 കോടി രൂപയാണ് കിഫ്ബി വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ 108 കോടിയിലധികം രൂപ ഇതിനോടകം കൈമാറിക്കഴിഞ്ഞു. അങ്കമാലി മണ്ഡലത്തിലെ സർക്കാർ ആരോഗ്യ സ്ഥാപനത്തിനും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഇത് പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ മാറ്റിപ്പാർപ്പിച്ച് വിദഗ്ധ ചികിത്സ നൽകാനും മറ്റ് രോഗികളിലേക്ക് പടരുന്നത് തടയാനും സഹായിക്കും. സാധാരണക്കാർക്ക് മികച്ച ചികിത്സാ സൗകര്യം ഉറപ്പാക്കുന്നതിൽ ഇതൊരു വലിയ ചുവടുവയ്പ്പാണ്. അടിസ്ഥാന സൗകര്യ വികസനം എന്നത് റോഡുകളിലോ സ്കൂളുകളിലോ ആശുപത്രികളിലോ മാത്രം ഒതുങ്ങുന്നതല്ല. ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റ് പല മേഖലകളിലും കിഫ്ബിയുടെ സഹായം എത്തുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചിലത് നോക്കാം. ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ശുദ്ധജലം. അങ്കമാലിയിലെ ദീർഘകാലമായുള്ള കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് കിഫ്ബി നൽകുന്നത് 115 കോടിയിലധികം രൂപയാണ്. കേരള വാട്ടർ അതോറിറ്റി വഴി നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്കായി 9 കോടിയോളം രൂപ ഇതിനകം കൈമാറിയിട്ടുണ്ട്. ഇത് പൂർത്തിയാകുന്നതോടെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാൻ സാധിക്കും. പ്രാദേശിക തലത്തിലുള്ള ആവശ്യങ്ങളും കിഫ്ബി പരിഗണിക്കുന്നു. ഇംപാക്ട് കേരള ലിമിറ്റഡ് വഴി കാലടി ഗ്രാമപഞ്ചായത്തിലെ മാർക്കറ്റ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിനായി ഏകദേശം 13 കോടി രൂപയും കറൂക്കുറ്റി ഗ്രാമപഞ്ചായത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗ്യാസ് മശാനം നിർമ്മിക്കുന്നതിന് കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ പദ്ധതികൾക്കുള്ള ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി വ്യവസായ രംഗത്തേക്ക് വന്നാൽ അങ്കമാലിയുടെ വ്യാവസായിക ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള പദ്ധതിയാണ് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി വരുന്ന ഗ്ലോബൽ സിറ്റി. ഇതിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കലിന് കിൻഫ്രയ്ക്ക് 840 കോടി രൂപ കിഫ്ബി അനുവദിക്കുകയും ആ തുക പൂർണ്ണമായി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഭാവിയിൽ വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല, അങ്കമാലിയെ ഒരു പ്രധാന വ്യവസായ ഹബ്ബാക്കി മാറ്റുകയും ചെയ്യും. മാത്രമല്ല, യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ നൽകുന്ന, വീടിനടുത്ത് തന്നെ ജോലി എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുന്ന സ്കിൽ ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിനും കെഡിസ്ക് വഴി കിഫ്ബി 27.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതും അങ്കമാലിയിലെ യുവതലമുറയ്ക്ക് ഏറെ പ്രയോജനകരമാകും. നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു പരിച്ഛേദം മാത്രമാണ്. ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം, പ്രാദേശിക വികസനം, വ്യവസായം, നൈപുണ്യ വികസനം എന്നിങ്ങനെ വിവിധ മേഖലകളിലായി ഏകദേശം 1500 കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി അങ്കമാലി മണ്ഡലത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതിൽ ഗ്ലോബൽ സിറ്റിയുടെ സ്ഥലമേറ്റെടുക്കൽ, വിദ്യാഭ്യാസ പദ്ധതികൾ, ആരോഗ്യ പദ്ധതികൾ എന്നിവയ്ക്കായി വലിയൊരു തുക ഇതിനകം തന്നെ കൈമാറിക്കഴിഞ്ഞു. മറ്റ് പദ്ധതികൾ നിർവഹണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഇവ കേവലം കണക്കുകളല്ല, മറിച്ച് അങ്കമാലിയുടെ ഓരോ കോണിലും എത്താൻ പോകുന്ന വികസനത്തിന്റെ അടയാളങ്ങളാണ്. ഒരു നാടിന്റെ സമഗ്രമായ വളർച്ചയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒപ്പം ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുകയും ചെയ്യും. ഈ വികസന പ്രവർത്തനങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം പ്രതിഫലിക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. മെച്ചപ്പെട്ട റോഡുകളും സ്കൂളുകളും ആശുപത്രികളും കുടിവെള്ള സൗകര്യവും തീർച്ചയായും ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും. വികസനം എന്നത് ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്. കിഫ്ബിയുടെ പിന്തുണയോടെ അങ്കമാലി ആ യാത്രയിൽ ഏറെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. അംഗീകാരം ലഭിച്ച പദ്ധതികൾ സമയബന്ധിതമായി ഗുണമേന്മയോടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒപ്പം മാറുന്ന കാലത്തിനനുസരിച്ച് നാടിന്റെ പുതിയ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും വേണം. അങ്കമാലിയുടെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഈ കിഫ്ബി പദ്ധതികൾ ഒരു മുതൽക്കൂട്ട് ആകുമെന്നതിൽ സംശയമില്ല. അങ്ങനെ കിഫ്ബിയുടെ കൈത്താങ്ങോടെ അങ്കമാലി ഒരു പുതിയ വികസന യുഗത്തിലേക്ക് കടക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളിലെ ഈ മുന്നേറ്റം വരും വർഷങ്ങളിൽ ഈ നാടിന് നൽകുന്ന ഊർജം ചെറുതായിരിക്കില്ല. റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, കുടിവെള്ള പദ്ധതികൾ, വ്യവസായ സംരംഭങ്ങൾ ഇവയെല്ലാം നാളെയുടെ അങ്കമാലിക്ക് കരുത്തേകുന്ന ഈടുവയ്പ്പുകളാണ്. കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യവസായ, വാണിജ്യ, വിനോദസഞ്ചാര, വിവരസാങ്കേതിക രംഗങ്ങളിൽ ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന മണ്ഡലമാണ് എറണാകുളം. കൊച്ചി നഗരത്തിന്റെ തിരക്കുകൾ മുതൽ ഗ്രാമീണതയുടെ ശാന്തത വരെ ഉൾക്കൊള്ളുന്ന ഈ നിയമസഭാ മണ്ഡലം കേരളത്തിന്റെ വളർച്ചയുടെ എഞ്ചിൻ കൂടിയാണ്. ഇത്രയും പ്രാധാന്യമുള്ള ഒരു ജില്ലയുടെ മുന്നേറ്റുള്ള പ്രയാണത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ എറണാകുളം മണ്ഡലം അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്.
ഇതിന് പിന്നിലെ പ്രധാന ചാലക ശക്തികളിലൊന്ന് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബിയാണ്. ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജം, കുടിവെള്ളം, വ്യവസായം തുടങ്ങി സമസ്ത മേഖലകളിലും കിഫ്ബി എങ്ങനെയാണ് എറണാകുളം മണ്ഡലത്തിലെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്നത്? നമുക്ക് വിശദമായി കാണാം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പേരാണ് കിഫ്ബി. എന്താണ് കിഫ്ബി എന്ന് ലളിതമായി പറയാം. സംസ്ഥാനത്തിന്റെ വലിയ വികസന പദ്ധതികൾക്ക്, ഉദാഹരണത്തിന് ആയിരക്കണക്കിന് കോടികൾ മുതൽ മുടക്ക് വരുന്ന റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, വ്യവസായ പാർക്കുകൾ എന്നിവയ്ക്ക് സാധാരണ ബജറ്റ് വിഹിതത്തിന് പുറമെ പണം കണ്ടെത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് കിഫ്ബി. ഇത് സർക്കാരിന്റെ ഒരു പ്രത്യേക ധനസമാഹരണ മാർഗമാണ്. വിവിധ സർക്കാർ ഏജൻസികളുമായി ചേർന്നാണ് കിഫ്ബി ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇനി എറണാകുളം മണ്ഡലത്തിൽ കിഫ്ബി നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലേക്ക് കടക്കാം. എറണാകുളം നിയോജക മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പൂർത്തീകരിച്ചിട്ടുള്ളത് 3 പദ്ധതികളാണ്. ഒന്ന്, എറണാകുളം ജനറൽ ആശുപത്രിയുടെ ഏകദേശം 76 കോടി രൂപ മുതൽ മുടക്കുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിറ്റും, എളമക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 കോടി രൂപയുടെ പദ്ധതിയും, അതുപോലെ മോഡൽ ടെക്നിക്കൽ സ്കൂളിലെ 1 കോടി രൂപയുടെ പദ്ധതിയുമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അത് പൂർത്തീകരിച്ച് കഴിഞ്ഞ 2 വർഷം മുമ്പ് തന്നെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം എല്ലാം നിർവഹിക്കുകയുണ്ടായി. ഇനി പൂർത്തീകരിക്കാനുള്ളത് പ്രധാനമായും വടുതല ROB, അറ്റ്ലാന്റിസ് ROB, SRV ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള്, എടപ്പള്ളി നോർത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, അങ്ങനെ 5 പദ്ധതികളാണ് ഇനി ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി പൂർത്തീകരിക്കാനുള്ളത്. കൂടാതെ കൊറങ്കോട്ട വടുതല പാലം കിഫ്ബി വയബിളല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ആ പദ്ധതി ഉപേക്ഷിക്കുകയുണ്ടായി. ഇത്രയും പദ്ധതികളാണ് എറണാകുളം നിയോജകമണ്ഡലത്തിൽ പ്രധാനമായും ഉള്ളത്. അത് പൂർത്തീകരിക്കാനുള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് MLA എന്നുള്ളത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കിഫ്ബി പദ്ധതിയിലൂടെ നാടിൻ്റെ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരുപാട് നല്ല പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒന്നായി ചൂണ്ടിക്കാണിക്കുന്നു. നമസ്കാരം. കൊച്ചി നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിൽ കിഫ്ബി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ജലഗതാഗത രംഗത്ത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേന നടപ്പിലാക്കുന്ന കൊച്ചിയിലെ സംയോജിത ജലഗതാഗത സംവിധാനം കിഫ്ബിയുടെ അഭിമാന പദ്ധതികളിലൊന്നാണ്. ഇതിനായി 566 കോടിയിലധികം രൂപയാണ് കിഫ്ബി അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ 28 കോടിയിലധികം രൂപ ഇതിനകം കൈമാറിക്കഴിഞ്ഞു. ഇത് കൊച്ചിയുടെ യാത്രാ സൗകര്യങ്ങൾക്ക് ഒരു പുതിയ മാനം നൽകും. ഇതിനോടൊപ്പം നഗര പുനരുജ്ജീവനത്തിന്റെ ഭാഗമായി ചേരി നിർമ്മാണത്തിനായി 106 കോടി രൂപയുടെ പദ്ധതിക്കും മാർക്കറ്റ് കനാൽ നവീകരണത്തിന് ഏകദേശം 30 കോടി രൂപയുടെ പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം കൊച്ചി നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും ലക്ഷ്യമിടുന്നു. കൂടാതെ ചിലവന്നൂർ ബണ്ട് റോഡ് പാലം, സുഭാഷ് ചന്ദ്രബോസ് റോഡ് പാലം എന്നിവയുടെ നിർമ്മാണത്തിനും കിഫ്ബി പണം അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ ചിലവന്നൂർ പാലത്തിനായി 7.5 കോടിയോളം രൂപ നൽകിക്കഴിഞ്ഞു. നഗരവികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാര്യക്ഷമമായ മലിനജല സംസ്കരണം. കൊച്ചി നഗരത്തിലെ കാനകളിലേക്കും കായലിലേക്കും മലിനജലം ഒഴുക്കുന്നത് തടയാനും അതുവഴി പരിസ്ഥിതിയും പൊതുജനാരോഗ്യവും സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് കിഫ്ബി അതിബൃഹത്തായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. KMRL മുഖേന പേരണ്ടൂർ, മുട്ടാർ, എളംകുളം, വെണ്ണല എന്നിവിടങ്ങളിലെ സമഗ്ര മലിനജല സംസ്കരണ പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ മുട്ടാർ പദ്ധതിക്കായി 32 കോടിയിലധികം രൂപ കൈമാറിയിട്ടുണ്ട്. ആയിരക്കണക്കിന് കോടികൾ മുതൽ മുടക്കുള്ള ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ കൊച്ചി നഗരത്തിന്റെ ശുചിത്വ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. എറണാകുളം മണ്ഡലത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഊർജം പകരുന്നത് മികച്ച റോഡ് ശൃംഖലയാണ്. കിഫ്ബി ഈ രംഗത്ത് നടപ്പിലാക്കുന്ന പല പദ്ധതികളും ജില്ലയുടെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമാവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ വികസനമാണ്. RBDCK വഴി നടപ്പിലാക്കുന്ന ഈ 722 കോടി രൂപയുടെ പദ്ധതിക്കായി 570 കോടിയോളം രൂപ കിഫ്ബി കൈമാറിക്കഴിഞ്ഞു. ഇത് പൂർത്തിയാകുമ്പോൾ ജില്ലയിലെ പ്രധാന വാണിജ്യ പാതകളിലൊന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരും. കൂടാതെ കൊച്ചി നഗരത്തിലെ ഗതാഗതം സുഗമമാക്കുന്ന തമ്മനം പുല്ലേപ്പടി റോഡിന്റെ നവീകരണത്തിന് KRFP വഴി കിഫ്ബി ഫണ്ട് നൽകുന്നുണ്ട്. റെയിൽവേ ലെവൽ ക്രോസുകളിലെ കാലതാമസം ഒഴിവാക്കാൻ വടുതല, അറ്റ്ലാന്റിസ് എന്നിവിടങ്ങളിൽ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലങ്ങൾക്കും കിഫ്ബി സഹായമുണ്ട്. ഇതിനായി RBDCK വഴി യഥാക്രമം 67 കോടിയും 59 കോടിയും രൂപ കൈമാറിയിട്ടുണ്ട്.
അതോടൊപ്പം കുമ്പളം തേവര പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിലെ മറ്റൊരു പ്രധാന ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകും. വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ കാര്യക്ഷമമായ പ്രസരണ ശൃംഖല അനിവാര്യമാണ്. എറണാകുളം ജില്ലയിലെ വീടുകളിലും വ്യവസായശാലകളിലും തടസ്സമില്ലാതെ വൈദ്യുതി എത്തിക്കാൻ കിഫ്ബി KSEBL ട്രാൻസ്ഗ്രിഡ് വഴി വലിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. കൊച്ചി ലെൻസ് പാക്കേജിനായി കിഫ്ബി 353 കോടിയിലധികം രൂപ ഇതിനകം നൽകിക്കഴിഞ്ഞു. അതുപോലെ ആലുവ, കളമശ്ശേരി, ബ്രഹ്മപുരം എന്നിവിടങ്ങളിലെ 220 kV ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷനുകൾക്കും കിഫ്ബി 224 കോടിയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൽ 164 കോടിയിലധികം രൂപയും കൈമാറി. ഇത് ജില്ലയിലെ വൈദ്യുതി പ്രസരണ നഷ്ടം കുറയ്ക്കാനും വിതരണം കാര്യക്ഷമമാക്കാനും സഹായിക്കും. ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. എറണാകുളം ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ കിഫ്ബി കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപിക്കുന്നത്. കൈറ്റ്, കില എന്നീ ഏജൻസികൾ വഴി നടപ്പിലാക്കുന്ന വിവിധ സ്കൂൾ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ ജില്ലയിലെ നിരവധി സ്കൂളുകൾക്ക് ഹൈടെക് ക്ലാസ് മുറികളും ആധുനിക ലാബുകളും പുതിയ കെട്ടിടങ്ങളും ലഭിക്കുന്നു. ഈ പദ്ധതികൾക്കായി 100 കോടിയിലധികം രൂപ ഇതിനകം കിഫ്ബി കൈമാറിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കിഫ്ബി ഇടപെടലുണ്ട്. ചരിത്രപ്രസിദ്ധമായ എറണാകുളം മഹാരാജാസ് കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിറ്റ്കോ വഴി കിഫ്ബി അനുവദിച്ച ഏകദേശം 16 കോടി രൂപയിൽ 15 കോടിയിലധികം രൂപയും നൽകിക്കഴിഞ്ഞു. ഇത് കോളേജിന്റെ അക്കാദമിക് മികവിന് മുതൽക്കൂട്ടാകും. എല്ലാവർക്കും മികച്ച ചികിത്സാ സൗകര്യം ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ ലക്ഷ്യമാണ്. എറണാകുളം ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ കിഫ്ബി നടത്തുന്ന നിക്ഷേപങ്ങൾ ഈ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി ഇൻകെൽ വഴി കിഫ്ബി 76 കോടിയിലധികം രൂപ അനുവദിച്ചു. അതിൽ 58 കോടിയോളം രൂപ കൈമാറിക്കഴിഞ്ഞു. ഇത് സാധാരണക്കാർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ വലിയ തോതിൽ സഹായിക്കും. ഇതോടൊപ്പം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി എറണാകുളം മെഡിക്കൽ കോളേജിനും കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിനും ആവശ്യമായ ആധുനിക മെഡിക്കൽ ഉപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങാൻ കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ക്യാൻസർ സെന്ററിനായി 9 കോടിയിലധികം രൂപ നൽകിക്കഴിഞ്ഞു. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെയും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന പദ്ധതിയുടെയും പ്രയോജനം എറണാകുളം ജില്ലയിലെ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. ജില്ലയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വ്യവസായങ്ങൾ അനിവാര്യമാണ്. കിൻഫ്ര വഴി ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന്റെ ഭൂമി ഏറ്റെടുത്ത് പുതിയ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിനായി കിഫ്ബി 200 കോടിയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൽ 145 കോടിയിലധികം രൂപ കൈമാറി. ഇത് പുതിയ വ്യവസായ സംരംഭങ്ങൾക്കും തൊഴിലവസരങ്ങൾക്കും വഴിയൊരുക്കും. മറ്റ് പ്രധാന പദ്ധതികളിൽ ഇംപാക്ട് കേരള വഴി എറണാകുളം കലൂരിൽ ആധുനിക അറവുശാല നിർമ്മിക്കാൻ, GCDA വഴി കൊച്ചി നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിനും പുനരുജ്ജീവനത്തിനും, KWA വഴി കൊച്ചി PS സർക്കിളിലെ കുടിവെള്ള വിതരണ പദ്ധതിക്കും, KDISC വഴി വീടിനടുത്ത് തൊഴിൽ ലഭ്യമാകുന്ന സ്കിൽ ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിനും കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം ജില്ലയുടെ സമഗ്ര വികസനത്തിന് സഹായിക്കും. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എറണാകുളം ജില്ലയിൽ കിഫ്ബി എത്ര വലിയ നിക്ഷേപമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഗതാഗതം, മലിനജല സംസ്കരണം, ഊർജം, ആരോഗ്യം, വിദ്യാഭ്യാസം, വ്യവസായം, കുടിവെള്ളം തുടങ്ങിയ എല്ലാ സുപ്രധാന മേഖലകളിലുമായി ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇത് പല പദ്ധതികൾക്കുമായി കോടിക്കണക്കിന് രൂപ ഇതിനകം കൈമാറിക്കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മറ്റ് പല പദ്ധതികളും അംഗീകാരം ലഭിച്ച് നിർവഹണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത് എറണാകുളം ജില്ലയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന മുന്നേറ്റങ്ങളിലൊന്നാണ്.
ഈ പദ്ധതികളെല്ലാം പൂർത്തിയാകുമ്പോൾ എറണാകുളം നിയമസഭാ മണ്ഡലത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. ഗതാഗത കുരുക്കില്ലാത്ത റോഡുകൾ, ആധുനിക ജലഗതാഗതം, മെച്ചപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ശുദ്ധമായ കുടിവെള്ളം, തടസ്സമില്ലാത്ത വൈദ്യുതി, പുതിയ തൊഴിലവസരങ്ങൾ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. ഇത് ജില്ലയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതിനൊപ്പം സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യും. കിഫ്ബിയുടെ ഈ ഇടപെടൽ എറണാകുളത്തിന്റെ ഭാവിയിലേക്കുള്ള വലിയൊരു നിക്ഷേപമാണ്. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.